എന്റെ പെങ്ങളിയാൽ ഇനി പ്രൊജക്ട് 100% ഫെയിൽ. രാവിലെ നീച്ചു മുതൽ എന്നോട് കുണ്ടർ ജോയി വാങ്ങി തരാൻ പറഞ്ഞു. നല്ലൊരു മാമനായോണ്ട് വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇതെങ്ങനെ തിന്നാ കാണിച്ചായിരുന്നോ? മാമ കാണിച്ചാ എത്ര തന്തായാലും മടുക്കാത്തൊരു മുട്ടായാണ് കുണ്ടർ ജോയി. വാക്കൊരു കൊറിയർ നിന്നവ് വാങ്ങാൻ വേണ്ടിട്ട് പോകും. കൊറിയർ വാങ്ങി വാണം വിട്ട് പോകണേ നമ്മൾ ലക്കി ഭാസ്കർ കാണാനാണ്. എത്ര നേരം വെക്കിട്ട് പോവാണെങ്കിൽ ചങ്ങാന്റെ പിടി കയറിയിട്ട് ചങ്ങാനൊന്ന് കണ്ടുവിട്ട് പോകണം. ഇല്ലെങ്കിൽ അലാസ്റ്റിക്കില്ലാത്ത ഷെഡിട്ട പോലെ ബന്ധു കുറിച്ചാടുന്ന പോലെ ഒരു ഫീലിംഗ്. ഓൻ ഉത്തരവാദിത്ത ബോധത്തിൽ ചെറുക്കനായോണ്ട് ഓൻ സിനിമക്ക് വരുന്നില്ല. ഓന്റെ പീടി 8 മണിക്കുള്ള അടുക്കി അവിടെ ചെന്നപ്പെട്ട് നാട്ടിൽ നല്ലവനായ ഉണ്ണിരിക്കും. ഇമ്മാനോട് റേഷൻ മീഡിയക്കാരന് പോകുന്നു. സിനിമ കണ്ടോ മോട്ടിവേഷൻ ആയിട്ട് രോമക്കണ് കമ്പി ചെയ്യുന്നു. അമ്മാരി ചങ്ങാനെ കൊണ്ടാത്ത വിഷമം കൊണ്ട് ഓനും കൂട്ടിയിട്ട് ഒന്നുകൂടി സിനിമക്ക് ഇന്ന് രാവിലെ വന്നിരുന്ന കൊറിയർ അഫീഫ് ഇപ്പൊ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഓനെ കാണാൻ ദുൽഖർ സൽമാന്റെ പോലെ. ഇത് നമ്മൾ വാങ്ങിയത് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ്. അവിടെയാണല്ലോ ഷർട്ടിനും ടീഷർട്ടിനും ഹുഡീസിനും ഒക്കെ പുറത്തുവിട്ട് കളക്ഷൻ 250 രൂപയ്ക്ക് വരെ ഷർട്ടുകൾ. കൂടുതൽ അറിയണമെങ്കിൽ ഓലെ പേജ് കയറി ചെറുക്കനെ കാണാൻ ദുൽഖർ സൽമാന്റെ പോലെ ഉണ്ട് പറഞ്ഞതിന്റെ പൊലിവില്ല. നമ്മൾ പിന്നെ വൈബിന് കണ്ണു മൂക്ക് വെച്ചോലായിട്ട് കടന്നു തുള്ളനെ. 9:45 ഷോക്ക് നമ്മൾ കറക്റ്റ് 10:15 തന്നെ വന്നോണ്ടേ വാണവട്ട പോലെയാണ് മണ്ണ്. അമരെന്ന് പറഞ്ഞ സിനിമക്കാൻ നമ്മളോ സിനിമയൊക്കെ നല്ല കരയിപ്പിക്കണ ഒരു സിനിമ. പക്ഷെ മലറിന്റെ കരച്ചിൽ കണ്ടിട്ട് ചിരിയാം. അഫീഫൊക്കെ കാരണം കണ്ട് മൂക്കട്ട ഒലിപ്പിച്ചിരിക്കുന്നത്. പെരുന്തമണ പോയിട്ട് ഒരു നെയ്ച്ചോറാന്ന് ഓര് പറഞ്ഞു. പക്ഷെ നെയ്ച്ചോറല്ല വേറെ വെച്ചോ. അവൻ ചിക്കൻ പീസ് 2 മണിക്കൊക്കെ പേരെന്ന് പുറത്ത് കിട്ടതിന്റെ പൊലിവിലാണ് മൂപ്പ്. അങ്ങനെ നമ്മൾ കൊടിയുത്തിമല പോയിരുന്നു. വീഡിയോ എടുക്കണമെന്നുണ്ട് പക്ഷേ ഒന്നും കാണാല. ബാക്കി നാളെ